وابتغ فيما آتاك الله الدار الآخرة. السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد. പ്രിയങ്കരായ ഖത്മുൽ ഖുർആൻ ശ്രോതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, രക്ഷിതാക്കളെ, പ്രിയം നിറഞ്ഞ കുട്ടികളെ, അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ 229 ദിവസത്തിലേക്ക് കടന്നിരിക്കുന്നു. ഖത്മുൽ ഖുർആൻ വിത്ത് മീനിങ്, അർത്ഥസഹിതമുള്ള വിശുദ്ധ ഖുർആനിൻ്റെ പൂർണ്ണമായ വായന. സൂറത്ത് ഹൂദിലെ 63 മുതൽ 71 ഉൾപ്പെടെയുള്ള വചനങ്ങളാണ് പഠിക്കുവാനുള്ളത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സാലിഹ് നബിയുടെ ചരിത്രം പറഞ്ഞു വന്നു. പ്രവാചകന്മാർ ഒരുപാട് ആളുകളുടെ ചരിത്രം ഇങ്ങനെ പറഞ്ഞു പോന്നിട്ട് സാലിഹ് നബിയിലെത്തി. അദ്ദേഹം സമൂഹത്തിൻ്റെ മുമ്പിൽ ഏക സ്രഷ്ടാവായ അല്ലാഹ് സുബ്ഹാനഹു വ തആലയെ മാത്രം നിങ്ങൾ ആരാധിക്കൂ എന്ന് ഓർമ്മപ്പെടുത്തുന്നു. ആ സമയത്ത് അവർ ചോദിക്കുന്ന ചോദ്യമുണ്ട്. ഞങ്ങളിതുവരെ ചെയ്തുകൊണ്ടിരുന്ന ഞങ്ങളുടെ പിതാക്കന്മാരെല്ലാവരും കുടുംബങ്ങളൊക്കെ ചെയ്തു പോന്നിരുന്ന കാര്യങ്ങൾ ചെയ്യരുതെന്ന് ഞങ്ങളോട് പറയാനാണോ നീ പ്രശ്നമുണ്ടാക്കാൻ വന്നിരിക്കുകയാണോ സാലിഹ്? സാലിഹ് നബി നൽകുന്ന മറുപടിയാണിത്. ഖാല യാ ഖൗമി അറഅയ്തും ഇൻ കുന്തു അലാ ബയ്യിനത്തിൻ മിർ റബ്ബി വആതാനി മിൻഹു റഹ്മ ഫമൻ യൻസുറുനി മിനല്ലാഹി ഇൻ അസൈതുഹു. ഇതാണ്, എനിക്ക് അള്ളാഹുവിൽ നിന്ന് ബയ്യിനത്ത് ലഭിച്ചിട്ടുണ്ടെന്ന് നിങ്ങൾക്കറിയാലോ. എന്താ നിങ്ങളുടെ അഭിപ്രായം? ഞാൻ ആ ബയ്യിനത്തിൽ നിന്നൊക്കെ മാറിയിട്ട് നിങ്ങൾ ഈ പറഞ്ഞതുപോലെ ആ ഒരു കൂട്ടത്തിലേക്ക് ഞാനും അങ്ങ് വന്നിട്ട് അള്ളാഹുവിനെ അസൈതുഹു, ഞാൻ അവനെ ധിക്കരിക്കുക, നിഷേധം കാണിക്കുകയാണെങ്കിൽ ആരാ എന്നെ അവൻ്റെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുത്താൻ? നിങ്ങൾ ആരെങ്കിലും എന്നെ രക്ഷിക്കുമോ? ഫമൻ യൻസുറുനി മിനല്ലാഹ് ഇൻ അസൈതുഹു, ആര് രക്ഷിക്കും? ഫമാ തസീദൂനനി ഗൈറ തഖ്സീർ, എനിക്ക് കൂടുതൽ തഖ്സീർ, നഷ്ടം വരുത്തി വെക്കാൻ പറ്റുക എന്നല്ലാതെ വേറൊന്നും അതുകൊണ്ടുണ്ടാവുന്നില്ല. അതുകൊണ്ട് ഞാൻ ഈ പറഞ്ഞ കാര്യത്തിൽ ഉറച്ചു നിൽക്കും. നിങ്ങൾക്ക് സ്വീകരിക്കാം സ്വീകരിക്കാതിരിക്കാം എന്ന നിലയിൽ ആ സമൂഹത്തോട് പ്രതിവചിക്കുന്നു. എന്നിട്ട് ദൈവിക ദൃഷ്ടാന്തമായി അവരിലേക്ക് അയക്കപ്പെട്ട അള്ളാഹുവിൻ്റെ ഒട്ടകം എന്ന നാമകരണത്തിൽ ഒരൊട്ടകത്തെ ആയത്തായിട്ട്, അടയാളം, ദൃഷ്ടാന്തമായിട്ട് അവരുടെ മുമ്പിൽ കാണിക്കുകയും ചെയ്യുന്നു. അദ്ദേഹം പറഞ്ഞു, വയാ ഖൗമി ഹാദിഹി നാഖത്തുല്ലാഹി ലക്കും ആയ, നിങ്ങൾക്കൊരു ദൃഷ്ടാന്തമായി ഇതാ അള്ളാഹുവിൻ്റെ ഒട്ടകത്തെ, ഇതാണ്. നിങ്ങൾ അതിനെ ഉപദ്രവിക്കരുത്, അതിനെ നിങ്ങൾ വിട്ടേക്കൂ. ഫദറൂഹ തഅകുൽ ഫി അർദില്ലാ, അള്ളാഹുവിൻ്റെ ഭൂമിയിൽ, ഈ നാട്ടിലൂടെ അത് തിന്നു കുടിച്ച് നടക്കട്ടെ. ആ ചരിത്രം നമുക്കറിയാവുന്നതാണ്. വല തമസ്സൂഹ, നിങ്ങളതിനെ സ്പർശിക്കാൻ തന്നെ പാടില്ല, ഉപദ്രവിക്കരുത്, ബുദ്ധിമുട്ടിക്കരുത്. ബിസു, ചീത്തയായ സ്പർശനം ഒന്നും പാടില്ല. അങ്ങനെയായാൽ ഫയഖുദകും അദാബുൻ ഖരീബുൻ, നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് തന്നെ ശിക്ഷ പിടികൂടും കേട്ടോ. അള്ളാഹുവിൻ്റെ ഒരു അടയാളം, അള്ളാഹുവിൻ്റെ ഒരു ദൃഷ്ടാന്തം മുന്നിൽ വെച്ചിട്ട് ഇതിനെ നിങ്ങൾ ഇന്ന വിധത്തിൽ കാണണം എന്ന് പറയാം. അല്ലാത്ത പക്ഷം നിങ്ങൾ ശിക്ഷ പിടികൂടും. ഇതാണ് അള്ളാഹുവിൻ്റെ ഒരു രീതിയാണ്. അത് നിങ്ങൾ സ്വീകരിക്കുക, ഇല്ലെങ്കിൽ ശിക്ഷ പിടികിട്ടേക്കാം. അവർ അതിനെ കൊന്നുകളഞ്ഞു. ഫഅഖറൂഹ, എന്നിട്ടെന്താ ശിക്ഷ? സാലിഹ് നബി അവരോട് പറഞ്ഞു, നിങ്ങൾ 3 ദിവസം ഇവിടെ കഴിഞ്ഞോളി,
കാത്തു നിന്നോളും, 3 ദിവസം കഴിയുമ്പോഴേക്കും നിങ്ങൾ ശിക്ഷ പിടികൂടും. അത് തെറ്റാൻ വഴിയില്ല. അങ്ങനെ 3 ദിവസം കഴിയുന്നു. അവരെ സ്വൈഹ, ഒരു ഘോര ശബ്ദം അവരെ പിടികൂടുന്നു. അവർ ജാസിമീൻ, അവരുടെ വീടുകളിൽ, ഫീ ദിയാരിഹിം ജാസിമീൻ, അവർ അവരുടെ വീടുകളിൽ കമിഴ്ന്നു കിടക്കുന്നു, വീണുപോയി, നശിച്ചുപോയി. അല്ലാഹു അക്ബർ, സുബ്ഹാനല്ലാഹ്. ഈ ചരിത്രം ഇങ്ങനെ പറഞ്ഞു പോകുന്നത് സാലിഹ് നബിയുടെ ആ ഒരു ചരിത്രം ഓർക്കുക എന്നുള്ളവർക്ക് മാത്രമല്ല, ശിക്ഷ അന്ന് പറഞ്ഞു വരുത്തുകയായിരുന്നു. നമ്മളൊരു പക്ഷേ ഇപ്പോൾ ചെയ്യുന്ന തിന്മകളുടെ ശിക്ഷ എപ്പോഴെന്നോ ഇപ്പോൾ നാളെ കിട്ടുമെന്നൊന്നും പറയാൻ കഴിയില്ല. പാരത്രിക ജീവിതത്തിൽ ശാശ്വതമായ നരകമായിരിക്കാം ഒരു പക്ഷേ ശിക്ഷയായി മാറ്റപ്പെടുന്നത്. അള്ളാഹു നമ്മയൊക്കെ കാത്തുരക്ഷിക്കട്ടെ. അങ്ങനെയുള്ള ശിക്ഷകളിലേക്ക് എത്തിപ്പോകുന്ന വിധത്തിലുള്ള പ്രവർത്തനങ്ങളിൽ നിന്നും, വിശ്വാസങ്ങളിൽ നിന്നും, അന്ധവിശ്വാസങ്ങളിൽ നിന്നുമൊക്കെ, ശിർക്ക്, കുഫറുകളിൽ നിന്നും അള്ളാഹു നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കട്ടെ. ആമീൻ. തുടർന്നും ഈ ഭാഗങ്ങളെക്കുറിച്ച് വായിക്കുക. ശേഷം ഇബ്രാഹിം നബിയിലേക്ക്, അതുപോലെ ലൂത്ത് നബിയിലേക്കൊക്കെ വരുന്ന പ്രവാചകന്മാരെക്കുറിച്ച്, മലക്കുകൾ വരുന്നതിനെക്കുറിച്ചും അവരുമായുള്ള ആ ഒരു ചരിത്ര ഭാഗങ്ങളുമൊക്കെ അവിടെ സൂചിപ്പിക്കപ്പെടുന്നു. നമുക്ക് പാരായണത്തിലേക്ക് വരാം. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قال يا قوم أرأيتم إن كنت على بينة من ربي وآتاني منه رحمة فمن ينصرني من الله إن عصيته فما تزيدونني غير تخسير. ويا قوم هذه ناقة الله لكم آية فذروها تأكل في أرض الله ولا تمسوها بسوء فيأخذكم عذاب قريب. فعقروها فقال تمتعوا في داركم 3 أيام ذلك وعد غير مكذوب. فلما جاء أمرنا نجينا صالحا والذين آمنوا معه برحمة منا ومن خزي يومئذ إن ربك هو القوي العزيز. وأخذ الذين ظلموا الصيحة فأصبحوا في ديارهم جاثمين كأن لم يغنوا فيها ألا إن ثمود كفروا ربهم ألا بعدا لثمود. ولقد جاءت رسلنا إبراهيم بالبشرى قالوا سلاما قال سلام فما لبث أن جاء بعجل حنيذ. فلما رأى أيديهم لا تصل إليه نكرهم وأوجس منهم خيفة قالوا لا تخف إنا
أرسلنا إلى قوم لوط وامرأته قائمة فضحكت فبشرناها بإسحاق ومن وراء إسحاق يعقوب. ശരി, ഇത്രയും ആയത്തുകളിൽ നമുക്ക് 68ാമത്തെ വചനം പാരായണ പഠനത്തിന് വേണ്ടി എടുക്കാം. 68. കഅല്ലം. തുടക്കം തന്നെ ശ്രദ്ധിച്ചോ, നൂനു സാക്കിനൊക്കെ ലാമ് വന്നു. നൂനു സാക്കിനെ ലാമിൻ്റെ അടുത്ത് ഇദ്ഗാം ബിലാ ഗുന്ന, മണിക്കാതെ ഇദ്ഗാം ചെയ്യണം. കഅല്ലം 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 യഗ്നൗ ഫീഹാ. ഓതു കഅല്ലം യഗ്നൗ ഫീഹാ. അലാ ഇന്ന സമൂദ. അവിടെ ഒരു അലിഫ് കാണുന്നുണ്ടല്ലേ, സമൂദ എന്ന് ഓതണോ എന്നൊരു സംശയം വേണ്ട. കഫറു കഴിഞ്ഞിട്ടൊരു അലിഫ് കണ്ടില്ലേ, അതേപോലെ തന്നെ അലിഫായി കാണുക. അലിഫ് സിഫർ മുസ്തദീറാണ്, വട്ടത്തിലുള്ള ഒരു 0 അലാമത്തായി കൊടുത്തതാണ്. ആ അലിഫിന് ദീർഘമൊന്നുമില്ല, എഴുത്തിലെ നിയമം മാത്രമാണ്. ഇന്ന സമൂദ കഫറു റബ്ബഹും. അലാ ബുഅദൻ ലിസമൂദ്. ഒന്നുകൂടെ വായിക്കാം. കഅല്ലം യഗ്നൗ ഫീഹാ. അവിടെ വഖഫ് ചെയ്യണേ, ഒന്നുകൂടെ ഓതിക്കോളൂ. കഅല്ലം യഗ്നൗ ഫീഹാ അലാ ഇന്ന സമൂദ കഫറു റബ്ബഹും അലാ ബുഅദൻ ലിസമൂദ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഉന്നതമായ പ്രതിഫലം നൽകി നമ്മുടെ ഈ ഒരു സംരംഭത്തെ വിജയിപ്പിക്കട്ടെ. ഇഹലോകത്തും പരലോകത്തും സമാധാനം അനുഭവിക്കുവാൻ കാരണമായി ഈ പ്രവർത്തനങ്ങളെല്ലാം അള്ളാഹു രേഖപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വസല്ലല്ലാഹു വസല്ലം അലാ ഖൈരി ഖൽഖിഹി മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വഅഹ്സിൻ കമാ അഹ്സനല്ലാഹു ഇലൈക.